മരുന്ന് കഴിച്ച സാർ ഉറങ്ങിപ്പോവുകയും ചെയ്യും. ആരെങ്കിലും ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടാണെന്നും കൂടെ ഇവര് പറയും. അവരുടെ ആവശ്യം സൂര്യ സാർ ഇങ്ങനെ എണീക്കാതെ കിടക്കണമെന്നാണ്. ഈ മരുന്ന് കൊടുത്ത് സാറിന് എന്തെങ്കിലും പറ്റിപ്പോകുന്ന എന്റെ പേര്. ഇല്ല രാജേട്ടാ, സൂര്യ സാറിനെ കാത്തുകൊള്ളെന്ന് ഞാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നതേ താന്നിയൊരമ്മയോടാ. ഭഗവാനെ, അത് ചെറിയ ശക്തിയൊന്നും അല്ല. അതിവിടെയുള്ളവർക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ആ സ്ലേറ്റ് അവരാരെങ്കിലും കണ്ടു കാണുമോ? കണ്ടിട്ടുണ്ടെങ്കിലേ ഇതാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? കൊടുങ്കാറ്റില്ലേ, കൊടുങ്കാറ്റ്, അതിവിടെ ഉണ്ടാവില്ലേ? കലി തുള്ളിക്കൊണ്ട് എല്ലാരും കൂടെ മോളുടെ മുമ്പ് വന്ന് ഇങ്ങനെ നിൽക്കൂലേ? ഇങ്ങനെ എന്തായിരുന്നാലും ആ കൗരവപ്പട ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കൊന്ന് നോക്കണം രാജേട്ടാ, അത് അവിടെ തന്നെ ഉണ്ടോന്ന്. ഇപ്പൊ തന്നെ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് അടുക്കളയെ കണ്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ തിരക്കി വരും. കുറച്ചു കഴിഞ്ഞ് പോവാം, നമുക്ക് പോയി നോക്കാം. സൂര്യ സാർ അത് കാണണം. ഒരൊറ്റ തവണ കണ്ടാ മതി. നമുക്കത് നോക്കാം മോളെ. തൽക്കാലം പണി നടക്കട്ടെ. നന്ദിനി, 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 നന്ദിനി ഒന്നിങ്ങോട്ട് വാ. നന്ദിനി, നന്ദിനി. എന്താ സൂര്യ ഇത്? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഞാൻ ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എനിക്കിപ്പൊ നന്ദിനിയെ കാണണം. പിന്നെയും തുടങ്ങിയോ? എന്റെ അളിയ, ഞങ്ങള് നന്ദിനിയെ കണ്ടിട്ടില്ല. ഇനി വേണമെങ്കിൽ അളിയൻ പോയി നന്ദിനിയെ കണ്ടുപിടിക്കും. ഞാൻ വെറുതെ ഭ്രാന്ത് കാണിക്കല്ലേ. ഇവിടുന്ന് ഇറങ്ങിയ രണ്ടടി പോലും നിനക്ക് വെക്കാൻ പറ്റില്ല. എന്റെ കാല് മുറിച്ച് കളയേണ്ടി വന്നാലും കുഴപ്പമില്ല. എനിക്ക് നന്ദിനിയെ കാണണം. നിർത്ത്. ഒരു കാര്യം പറഞ്ഞ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ശരി, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. അച്ഛൻ മാത്രമേ എന്നോട് വാസ്തവം പറയൂ. അളിയന് ഫോൺ ചെയ്താ, ഞാൻ അച്ഛനെ വിളിക്കട്ടെ. ഇതാ എന്റെ ഫോൺ ഞാൻ എടുത്തിട്ടില്ല. ആ മൊബൈൽ ഇതാ. എനിക്ക് അച്ഛനോട് സംസാരിക്കണം. ഇങ്ങോട്ടാ. പറ്റത്തില്ല. നീ ഫോണിൽ സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ. മര്യാദയ്ക്ക് ഫോൺ താ. എനിക്ക് ഇവിടെയെല്ലാം ഞാൻ താർക്കും. ഞാൻ ഇരുന്ന് ഈ ഇരിപ്പൊന്നും കാര്യാക്കണ്ട. കാണിച്ചേ. ആ ഫോൺ അങ്ങ് കൊടുത്തേ. എന്ത് ഭ്രാന്തി കാണിക്കുന്ന? വിളിക്കട്ടെ, ആരാണെന്ന് വെച്ചാ വിളിക്കട്ടെ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പാസ്വേഡ് ആ കലിപ്പ്. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അളിയ, അവിടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുകയല്ലേ. അങ്കിൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയല്ലേ എല്ലാരും ചെയ്യുന്നത്. ഇപ്പൊ അളിയന് സംശയം മാറിയല്ലോ. അളിയൻ അച്ഛനെ വിളിക്കുന്നതിലും സംസാരിക്കുന്നതിലും ഇവിടെ ആർക്കാ പ്രശ്നം? സൂര്യ, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നന്ദിനി ഇവിടെ ഇല്ല. നിന്റെ അസുഖം മാറുന്നതിന് വേണ്ടിയല്ലടാ ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി കാവൽ നിൽക്കുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നന്ദിനിയെ സ്നേഹിക്കുന്നത് തടയാൻ ഞങ്ങൾ കൊണ്ട് പറ്റുമോ? ഇല്ലളിയ, പറ്റില്ല.
അതെ, ഞാൻ നിനക്ക് ഫുഡ് എടുത്തോണ്ട് വരാം. വിജയ് വാ. ആ കൂളായിട്ടിരിക്കേ, ഹാപ്പി ആയിട്ട്.